മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് ഇന്ന് കൊച്ചിയിൽ നടക്കാനിരിക്കുകയാണ്. കൊച്ചി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ നടക്കുന്ന കോൺക്ലേവിൽ വ്യാപാര വാണിജ്യ ഭരണരംഗത്തെ നിരവധി പേർ പങ്കെടുക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 മണിവരെ നീളുന്ന കോൺക്ലേവിൽ മീഡിയ വൺ ബിസിനസ് എക്സലൻസ് പുരസ്കാരങ്ങളും സമ്മാനിക്കും. കൊച്ചിയിലേക്ക് പോകാം. സിബി ജോസഫ് മീഡിയ വൺ ബിസിനസ് കോൺക്ലേവിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. സിബി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ നടക്കാനിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് പരിപാടി തുടങ്ങുമെന്നറിയുന്നു. ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ഇന്നത്തെ പരിപാടിയിലെ പ്രധാന ആകർഷണങ്ങൾ എന്തൊക്കെയാണ് സിബി? ജിൽസി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെയും പൂർത്തിയായി. ഇന്ന് മീഡിയ വണ്ണെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ദിവസം കൂടിയാണ്. കാരണം ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരു മാധ്യമ സ്ഥാപനം ആദ്യമായിട്ടാണ് ഇത്രയും വിപുലമായ ഒരു ബിസിനസ് കോൺക്ലേവ് നടത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ബോൾഗാട്ടി പാലസിലെ ഗ്രാൻഡ് ഹയാത്തിലാണ്. ഗ്രാൻഡ് ഹയാത്തിൽ 3 വേദികളിലായി ഏകദേശം 15ഓളം സെക്ഷനുകൾ ഈ ഒരു ബിസിനസ് കോൺക്ലേവിൻ്റെ ഭാഗമാകുന്നു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഒരു പകൽ മുഴുവൻ നീളുന്ന ഒരു വിപുലമായ ബിസിനസ് കോൺക്ലേവാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായും 3 വേദികൾ, അതായത് ലിവ, വേമ്പനാട്, അഷ്ടമുടി എന്നിങ്ങനെ 3 വേദികളായിട്ടാണ് ഈ ബിസിനസ് കോൺക്ലേവ് നടക്കുന്നത്. രാവിലെ 10 മണി മുതൽ 11 മണി വരെ ഉദ്ഘാടന സെഷനാണ്. അതിനുശേഷം 11 മണി മുതൽ 5 മണി വരെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സെഷനുകൾ വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് വിവിധ ഈ ബിസിനസ് മേഖലയിൽ വ്യാപാര വാണിജ്യ ഭരണ മേഖലയെല്ലാം തന്നെയും കഴിവ് തെളിയിച്ച പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഈ ഒരു ബിസിനസ് കോൺക്ലേവിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യവസായ മന്ത്രി പി രാജീവ്, KC വേണുഗോപാൽ എം പി, അതുപോലെ തന്നെ ധനകാര്യ മന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ള പ്രമുഖർ ഇതിൻ്റെ ഭാഗമാകും. MA യൂസഫീൻ അടക്കമുള്ള ഈ ബിസിനസ് മേഖലയിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം കൈവരിച്ച പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീഡിയ വണ്ണിൻ്റെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ജനറൽ മാനേജർ PBM ഫർമിഷ് കൂടി നമ്മളൊപ്പം ചേരുകയാണ്. മീഡിയ വണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ദിവസമാണ്. പ്രത്യേകിച്ച് ഒരു ദക്ഷിണേന്ത്യയിൽ പോയി തന്നെ ആദ്യമായിട്ടൊരു മാധ്യമ സ്ഥാപനം ഇത്രയും വലിയൊരു ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. പല പ്രമുഖർ ഈ കോൺക്ലേവിൻ്റെ ഭാഗമാകുന്നു. പുതിയ സംരംഭകർക്ക് അതൊരു വലിയ ഒരു വാതായനങ്ങൾ തുറന്നിടുന്ന ഒരു മേഖലയായി മാറുകയാണ്. എങ്ങനെയാണ് ഈ കോൺക്ലേവിനെ വിലയിരുത്താൻ കഴിയുക? കേരളത്തിലെ ബിസിനസ് എക്കോസിസ്റ്റത്തിൽ തന്നെ മാറ്റിപ്പണിയാൻ കഴിയുന്ന രൂപത്തിലുള്ള പുതിയ ചർച്ചകൾ, പുതിയ ആശയങ്ങളൊക്കെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കോൺക്ലേവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന ബിസിനസ് അധികാരികളെ ആദരിക്കുക, അതേപോലെ തന്നെ കോർപ്പറേറ്റ് ട്രെയിനേഴ്സിൻ്റെ വ്യത്യസ്ത പരിശീലന പരിപാടികൾ, വർക്ക്ഷോപ്പുകൾ, സ്റ്റാർട്ടപ്പിന് അനുസൃതമായിട്ടുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ, അങ്ങനെ ഒരു ബിസിനസ് എക്കോസിസ്റ്റം വളരുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ രൂപത്തിലുള്ള കണ്ടൻ്റാണോ വേണ്ടത് അതിനൊക്കെയും കോർത്തിണക്കിക്കൊണ്ടുള്ള വളരെ ബഹുമുഖമായിട്ടുള്ള ഒരു ലൈനപ്പാണ് ഇതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. 3 വേദികളായിട്ട് ഏകദേശം 15ലധികം സെക്ഷനുകൾ ഇതിൽ വരികയാണ്. പ്രത്യേകിച്ച് പി രാജീവ്, നമ്മുടെ വ്യവസായ മന്ത്രി വരുന്നു. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ വരുന്നു. ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാനായ MA യൂസഫി അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തുന്നു. അങ്ങനെ നിരവധി ബിസിനസ് രംഗത്തും ഭരണരംഗത്തൊക്കെ വിജയം കൈവരിച്ച നിരവധി പ്രമുഖർ ഇതിൻ്റെ ഭാഗമാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? അതെ. ഈ പരിപാടി ഏറ്റവും പ്രത്യേകത രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 7 മണി വരെ ഇടവേളകളില്ല എന്നുള്ളതാണ്. ഇടവേളകളില്ലാതെ 3 വേദികളിൽ, നേരത്തെ 15 സെഷനാണ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അത് 22 സെഷൻ എത്തിയിട്ടുണ്ട്. 22 സെഷനുകളിലായി 50ലധികം ഗസ്റ്റുകൾ നമ്മോട് സംവദിക്കുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ പ്രത്യേകത. അതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭരണകർത്താക്കൾ, മന്ത്രിമാർ, അതേപോലെ തന്നെ പ്രതിപക്ഷ രംഗത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇൻഡസ്ട്രി രംഗത്തെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്, കോർപ്പറേറ്റ് ട്രെയിനേഴ്സ്, പ്രൊഫഷണൽസ്, അതേപോലെ തന്നെ IIM പോലുള്ള റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ അക്കാഡമിഷ്യന്മാർ, ഇങ്ങനെ ഒരു രസകരമായിട്ടൊരു മിക്സിംഗ് ലൈനപ്പിലുണ്ട് എന്നുള്ളതും ഈ പരിപാടിയെ മാറ്റിക്കൂട്ടുന്നുണ്ട്. എത്രത്തോളം പേരാണ് ഈ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്? നിലവിൽ 1000-ലധികം ആളുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ സ്പോട്ട് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. 1500ഓളം ആളുകൾ പരിപാടിയിൽ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജിൽസി, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പുതിയ സംരംഭം മുന്നോട്ട് വരുമ്പോൾ എങ്ങനെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൻ്റെ സ്ട്രാറ്റജി, അതിൻ്റെ ഒരു എക്സ്പാൻഷൻ, അതോടൊപ്പം തന്നെ എങ്ങനെ ബിസിനസ് മേഖലയിൽ അതിൻ്റെ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് അടക്കമുള്ള നിരവധി സെഷനുകൾ കൃത്യമായി വിശദീകരിക്കുന്ന സെഷനുകളാണ് ഇതിൽ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഇപ്പോൾ രാവിലെ 10 മണിക്ക് ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ്
സനീഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ MA യൂസഫ് അലി അദ്ദേഹം ഓൺലൈൻ വഴി ഈ ഒരു ഉദ്ഘാടന സെഷനിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്യും. അതുകൂടാതെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ചെയർമാൻ ബാലഗോപാൽ ചന്ദ്രശേഖർ, ഫ്യൂച്ചർ കേരള ചെയർമാൻ വേണു രാജാമണി, മാധ്യമം CEO PM സ്വാലിഹ്, മീഡിയ വൺ CEO മുഷ്താഖ് അഹമ്മദ് എന്നിവർ ഈ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയും ചെയ്യും. വിവിധ സെഷനുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യവസായ മന്ത്രി P രാജീവ്, KC വേണുഗോപാൽ MP അടക്കമുള്ളവർ പ്രഭാഷണം നടത്തുന്നുണ്ട്. അതുകൂടാതെ വൈകിട്ട് സമാപന സമ്മേളനം, ഈ വൈകിട്ട് സമാപന സമ്മേളനത്തിൽ അഡീഷണൽ ധനമന്ത്രി KN ബാലഗോപാൽ, കൂടാതെ രമേശ് ചെന്നിത്തല, വിഴിഞ്ഞം പോർട്ട് MD ഡോക്ടർ ദിവ്യ S അയ്യർ, KSFE MD ഡോക്ടർ SK സനിൽ, മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ, മാധ്യമം എഡിറ്റർ VA ഇബ്രാഹിം അടക്കമുള്ള നിരവധി പ്രമുഖർ ഇതിൻ്റെ ഭാഗമായി എത്തുന്നു. കൂടാതെ വിവിധ സെഷനുകളായി നിരവധി ബിസിനസ് രംഗത്ത് അതികായന്മാരായ ആളുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാകുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇന്ന് ഇപ്പോൾ ഈ ഒരു പകൽ മുഴുവൻ നീളുന്ന ഈ ഒരു ബിസിനസ് കോൺക്ലേവിലേക്ക് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ വരുമ്പോൾ 4 പേർക്ക് ഈ എക്സലൻസ് അവാർഡ് കൂടി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും ഈ വാണിജ്യ വ്യാപാര മേഖലയിലൊക്കെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച 4 പേർക്ക് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 4 പേർക്ക് മീഡിയ വണ്ടെ എക്സലൻസ് അവാർഡും നൽകുകയും ചെയ്യും. സമാപന സമ്മേളനത്തിലായിരിക്കും ഈ എക്സലൻസ് അവാർഡ് നൽകുക. അങ്ങനെ വിപുലമായ ഒരു വിവിധ സെഷനുകൂടി തന്നെയുള്ള ഒരു ബിസിനസ് കോൺക്ലേവാണ് മീഡിയ വണ്ടെ 2026 ബിസിനസ് കോൺക്ലേവ് ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടെ ഗ്രാൻഡ് ഹയാത്തിൽ ആരംഭിക്കുകയും ചെയ്യും. ജിൽസി.